നവകേരള സദസ്സിനായുള്ള ഒരുക്കങ്ങൾ. പരാതി പരിഹാരത്തിന് കുറഞ്ഞത് 20 കൌണ്ടറുകൾ. സഹായത്തിന് ഹെൽപ്പ് ഡെസ്കും. നവകേരള സദസ്സ് നടക്കുന്ന ഓരോ വേദിയിലും പരാതി പരിഹാരത്തിനായി കുറഞ്ഞത് 20 കൌണ്ടറുകൾ പ്രവർത്തിക്കും. പരാതികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കുന്നതിനും അപേക്ഷകരെ സഹായിക്കാനുമായി ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കും. സ്ത്രീകൾ, വയോജനങ്ങൾ, ഭിന്നശേഷി വ്യക്തികൾ എന്നിവർക്ക് പ്രത്യേകം കൌണ്ടറുകൾ. ഒരു കൌണ്ടറിൽ പരാതികൾ സ്വീകരിക്കുന്നതിന് 4 ഉദ്യോഗസ്ഥർ വീതവും ഉണ്ടാകും. സദസ്സ് ആരംഭിക്കുന്നതിന് 3 മണിക്കൂർ മുൻപ് തന്നെ കൌണ്ടറിൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും. അപേക്ഷകൾ കൌണ്ടറുകൾ മുഖേന മാത്രമേ സ്വീകരിക്കൂ. മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ നേരിട്ട് പരാതികൾ നൽകാൻ സാധിക്കില്ല. മേൽവിലാസം, പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ നൽകി കൌണ്ടറിൽ നിന്നും രസീത് കൈപ്പറ്റണം. ഇത് സൂക്ഷിച്ചു വെക്കണം. അപേക്ഷ മുഖ്യമന്ത്രിയെയോ അതത് വകുപ്പ് മന്ത്രിയെയോ അഭിസംബോധന ചെയ്ത് എഴുതാം. ഓരോ ആവശ്യത്തിനും പ്രത്യേകം അപേക്ഷ നൽകണം. നേരത്തെ നൽകിയ അപേക്ഷ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾക്ക് പഴയ ഫയൽ നമ്പറോ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും രേഖകളോ നൽകണം. ചികിത്സാ സഹായത്തിനുള്ള അപേക്ഷയ്ക്കൊപ്പം ഡോക്ടറുടെ കുറിപ്പടിയും ബില്ലുകളും സമർപ്പിക്കാം. അപേക്ഷ നൽകാൻ ഭിന്നശേഷിക്കാർ നേരിട്ട് എത്തേണ്ടതില്ല. മറ്റൊരാൾ വഴി അപേക്ഷ കൌണ്ടറിലെത്തിച്ച് രസീത് വാങ്ങാം. സദസ്സിൽ എത്തുന്നവർക്ക് ലഘുഭക്ഷണവും വെള്ളവും നൽകും. പ്രധാന വേദിയിലും പുറത്തും പരാതി കൌണ്ടറുകളിലും ജനങ്ങളെ സഹായിക്കുന്നതിനും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും വോളണ്ടിയർമാരുടെ സേവനമുണ്ടാകും. സദസ്സ് നടന്ന വേദികൾ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കും.